പ്രളയം കൊടിയ ദുരിതം സൃഷ്ടിച്ച കാശ്മീർ ജനത ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമല്ലെന്നാണ് വാദം. നിശ്ചിത സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാവുമോ എന്ന് പരിശോധിക്കാനായി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളായ VS സമ്പത്തും HS ബ്രഹ്മയും നസീം സെയ്ദും അടങ്ങുന്ന സംഘം പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. പ്രളയം കാശ്മീർ ജനതയുടെ സാധാരണ ജീവിതം തകർത്തിരിക്കുകയാണെന്നും പുനരധിവാസത്തിനാണ് ഇപ്പോൾ സർക്കാർ മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭവും നടക്കുന്നുണ്ട്. इस रिहेबिलिटेशन के बारे में सबसे ज्यादा अहमियत वाली चीज वही है, पहले लोग आबाद हो जाएं, रेस्टोर हो जाएं, उनकी जिंदगी अपने डगर पर आए जरूर, वरना वो इक्तिसादी बदहाली का शिकार हुए हैं, परेशान हाल हैं, मुसीबत ज़रगाह हैं। ऐसे हालात में इलेक्शन का होना फिलहाल कंड्यूसिव नहीं है. പ്രളയം വ്യാപാര മേഖലയെയും താറുമാറാക്കി. ഇവ മെച്ചപ്പെടുത്താനുള്ള തീവ്രശ്രമത്തിലാണ് ജനങ്ങൾ ഇത്രമാത്രം ദുരിതം പേറുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ അവരവരുടെ അജണ്ടകളാണ് നടപ്പാക്കുന്നതെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. इनकम टैक्स डिपार्टमेंट इनकम टैक्स नोटिस सर्व कर रहा है। यहाँ के टेलीकॉम डिपार्टमेंट बिलें फोर्स कर रहे हैं लोगों को पे करने के लिए, यहाँ के बैंक्स इंटरेस्ट पे करने के लिए फोर्स कर रहे हैं। यहाँ के जितने दूसरे इदारे जिनका आपने नाम लिया वो अपनी सियासत गरमा रहे हैं। यहाँ पे आज जो मुद्दा है वो अकेला मुद्दा रिहेबिलिटेशन का है. അടുത്ത വർഷം ജനുവരിയിലാണ് കാശ്മീരിൽ പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടത്. പ്രഖ്യാപിച്ച സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനായില്ലെങ്കിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മീഡിയ 1.